ആണിനും പെണ്ണിനും അന്യോന്യം തുണയാകാനും പരസ്പരം അഗാധമായി മെച്ചപ്പെടുത്തുവാനും കഴിയും. സ്നേഹിക്കുന്ന പെണ്ണിന് ഒരാളുടെ സർഗാത്മകതയെ പോഷിപ്പിക്കാനാകും. പുരുഷനും സ്ത്രീയും ഒരേ മാനുഷികതയുടെ രണ്ട് ഭാവങ്ങളാണ്. രണ്ടിൻ്റെയും ഗുണങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. രണ്ടിനും അന്യോന്യം ആവശ്യങ്ങളുണ്ട്. രണ്ടും ഒന്നിക്കുമ്പോൾ മാത്രമേ പൂർണ്ണതയുണ്ടാകൂ. പുരുഷനും സ്ത്രീയും തുല്യരാണെന്ന് പറയുന്നു. അവർ തുല്യർ മാത്രമല്ല, തുല്യരല്ലാതെയുമല്ല, അവർ അതുല്യരാണ്. ഈ ലോകത്ത് അവനെന്ന പകുതിക്ക് മാത്രമായി സംഭാവനകൾ അർപ്പിക്കുവാൻ അവസരമില്ല. സ്ത്രീ എന്ന പകുതിയാണെങ്കിലോ ഈ ലോകത്തിന് പലതും സംഭാവന ചെയ്യാൻ അവനെന്ന പകുതിയേക്കാൾ കഴിവുറ്റതാണ്. അവസരങ്ങൾ അവൾക്കു കൂടി അവനെപ്പോലെ ലഭിച്ചിരുന്നെങ്കിൽ അത് ഈ ലോകത്തെ സ്വർഗമാക്കി തീർത്തേനെ. സ്ത്രീ തൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് തൻ്റെ കഴിവുകളും ഗുണങ്ങളും ഒക്കെ കണ്ടെത്തണം. അവ പോഷിപ്പിക്കണം. എങ്കിൽ അവൾക്ക് സുന്ദരമായ ഭാവിയുണ്ട്. അതുല്യരായ രണ്ട് സ്വത്വങ്ങളുടെ മേളനം ദിവ്യമായ മറ്റൊന്നിന് അസ്തിത്വം നൽകും.